കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപിയുടെ ഓഫീസിൻ്റെ മുന്നിലെ ഈ ബോർഡ് ചില സത്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ സംഘികൾ ഏത് തരം ആൾക്കാരാണെന്ന്, കക്കുക മുക്കുക നക്കുക പ്ലസ് കേന്ദ്ര സഹവാഴ എന്നുള്ള നിലയ്ക്ക് ആടാപടലം ഉന്നത കുലയെ കൂടി എഴുതി വിറ്റുകളയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഓഫീസ് വെച്ച് നല്ലപോലെ കമ്മീഷൻ അടിക്കുക, കച്ചവടം നടത്തുക, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മാക്സിമം ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ബോർഡ്. നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും ഒരു പാർലമെൻറ്റ് എംപിയുടെ ഓഫീസിന് മുന്നിൽ ഇതേപോലത്തെ വാചകങ്ങൾ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം MP എന്ന നിലയിൽ ഈ ഓഫീസിൽ നിന്നും നൽകുന്ന എല്ലാ ഔദ്യോഗിക സേവനങ്ങളും സൗജന്യമായിരിക്കും. സുരേഷ് ഗോപി പിന്നെ VIP ടൈമിംഗ് ആണ്. ഒരു ജനപ്രതിനിധി, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ ചില സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ ചില ജ്യോത്സ്യന്മാരൊക്കെ കട തുറന്നു വച്ചിരിക്കുമ്പോഴാണ് MP ഓഫീസ്. അതിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ 2 മണി വരെ. അതിനുശേഷം MP അവൈലബിൾ ആയിരിക്കില്ല. ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും കിട്ടില്ല. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് പൂർണ്ണ സമയം അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ആൾ എന്ന നിലയ്ക്കാണ്. അതൊരു പക്ഷേ വ്യക്തിക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ സ്റ്റാഫുകളെ വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. പക്ഷേ ഉന്നത കുല ജാതനല്ലേ, അത് VIP ടൈമിംഗ് പോലെയാണ്. 2 മണി വരെ മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം എൻ്റെ കൺസൾട്ടേഷൻ കിട്ടില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെങ്കിൽ അർദ്ധരാത്രി പൂരം കലക്കാൻ വരെ ആംബുലൻസിൽ വന്ന വ്യക്തിയാണ് 2 മണിക്ക് ശേഷം ശല്യപ്പെടുത്തരുത് എന്ന തരത്തിലൊക്കെ ടൈമിംഗ് ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും MP-യെയും MP-യുടെ ചുറ്റാകെ നിൽക്കുന്ന ആൾക്കാരെയും തുറന്നു കാട്ടുന്നതാണ് ഈ ബോർഡെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സംഘികൾ നടത്താൻ പോകുന്ന കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു പൈസ പോലും കൊടുക്കരുത്, അത് അവന്മാർ പുട്ടടിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണെന്ന് വളരെ കൃത്യമായി ബോർഡിൽ എഴുതി വയ്ക്കുമ്പോൾ കേരളത്തിൽ കുഴൽപ്പണമല്ല, സംഘികളുടെ പല സഹകരണ ബാങ്കുകളും തകരുന്നത് എന്തുകൊണ്ടെന്നാൽ പണം കിട്ടാൻ വഴിയുണ്ടോ, ഏത് വഴിയും സ്വീകരിക്കുന്നവരാണ്, എന്ത് അലവലാതിത്തരം അതിനുവേണ്ടി കാണിക്കുന്നവരാണെന്ന് ഒരു MP തന്നെ സംഘികളെക്കുറിച്ച് ബോർഡിലൂടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സർപ്പത്തെ വിശ്വസിച്ചാലും ഒരു സംഘിയെ വിശ്വസിക്കരുത്. ആരുടെ വാചകത്തിലൂടെ? തിരഞ്ഞെടുക്കപ്പെട്ട MP-യുടെ വാചകത്തിലൂടെ വളരെ കൃത്യമായി അത് ഈ സമൂഹത്തോട് സംവേദിക്കുന്നുണ്ട്.